ഗൈസ്, ഇപ്പോൾ ഒരു ന്യൂ ചാനൽ സ്റ്റാർട്ടിങ് ആണ്. ഞാനല്ല കേട്ടോ, നമ്മളെ ഈ മെയിൻ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ മറ്റേ ചാനൽ ഞാനല്ല കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ അനിയല്ലേ, ഓന് ഗെയിമിങ് ചാനൽ സ്റ്റാർട്ട് ചെയ്തോട്ടെ ഗൈസ്. അങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിച്ചു തരാം. ഓനൊരു ഗെയിമറാണ്, ഞാനൊരു ബ്ലോഗറാണെങ്കിൽ വെച്ചിട്ടായില്ലേ. അപ്പോൾ ഒരു ഗെയിമിങ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെക്കനൊന്ന് തുടങ്ങി കൊടുക്കട്ടെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ചെറിയ വ്ളോഗ് എടുക്കണേ. അപ്പോൾ ഇപ്പോൾ താഴെ പോയതാണ് ഒരു ആവശ്യത്തിന് വന്നിട്ട് ചാനൽ തുടങ്ങുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ ബൈ ഗൈസ്. വരുന്നതാ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാനൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. മോൻ കാണിച്ചിട്ട് കൊടുക്കണം വീഡിയോ. ആ നേരത്തിൻ്റെ ഫോൺ ഞാൻ തരുന്നത്. അപ്പോൾ ഇത് ഒരു ക്യാമറ മുന്നിൽ വെച്ച് ചെയ്യണം. പിന്നെ ഈ ഫോണിൽ ഇത് ഗെയിം കളിക്കുന്നത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ലൊരു ഇതിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം കേട്ടോ. എന്നിട്ട് ഓൾറെഡി ഒരു ചാനലുണ്ട്, അത് പക്ഷേ പ്രൈവറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാറ്റാം കേട്ടോ നമുക്ക്. പക്ഷേ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ ഒരു നല്ല റിഫ്രഷൻ തന്നെ ഒന്ന് തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ ചെക്കന് ചാനൽ തുടങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് അക്കൗണ്ട് ഇട്ട് ഒരു ചാനൽ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് ചെക്കിങ് ചെയ്യാണ്. നമ്മളെ പാസ്വേഡ് വെച്ചോ. എന്തായാലും നന്നായിട്ട് തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചാനൽ നമ്മളെ മെയിൻ ചാനൽ വിട്ടിട്ടില്ല കേട്ടോ. ഇത് വന്ന് തുടങ്ങി കൊടുക്കുന്ന ചാനലാണ്. എന്തായാലും ഇമെയിൽ നോക്കാം. ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താണ്. എൻ്റെ പേരടിക്കുമ്പോൾ തന്നെ എൻ്റെ പേരോട്ട് വരുന്നത് അശ്വിൻ. സർനെയിം അത് കൊടുക്കാം. ഗെയിമിങ് കൊടുക്കാം. അതൊക്കെ ഗെയിമിങ് അപ്പോൾ എന്തായാലും ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ത്യ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി തുടങ്ങട്ടെ. എന്നിട്ട് വെയിറ്റായിട്ട് നമുക്ക് ചാനലിൻ്റെ സെറ്റിങ്സ് സാധാരണ മാറ്റും. ഞാൻ കാണിച്ചു തരാം ഒരു ഉദാഹരണത്തിന്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. കാണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് യു കണ്ടൗട്ട് ദി ഗൂഗിൾ അക്കൗണ്ട് ബിക്കോസ് യു മീറ്റ് ദ മിനിമം ഏജ് വേണം. അപ്പോൾ നമ്മൾ എന്തായാലും എൻ്റെ ഇതിലാണ്ട് തുടങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. സർനെയിം എന്തായാലും അവൻ്റെ അത് നേരത്തെ അടിച്ച അശ്വിനും ഗെയിമിംഗ് തന്നെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിട്ട് എൻ്റെ കൊടുത്താൽ മതി. നമ്മളെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ സ്ഥിരം ഉണ്ടാവും. പിന്നെ മറ്റേ അക്കൗണ്ടിൽ എനിക്ക് ബിസിയാവും മെയിൻ അക്കൗണ്ടിൽ വരാൻ. നമുക്കെന്തായാലും കൊടുക്കട്ടെ. അശ്വിൻ ഗെയിമിംഗ് തന്നെ നേരത്തെ തന്നെയാണ് കൊടുക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ മതി. കാരണം അവൻ പിന്നെ വളർന്നു വരുമ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സാവധാനം കൊണ്ടേ മാറ്റിയാൽ മതി. എൻ്റെ കൊടുക്കുന്നുണ്ട്. ജെൻഡർ മെയിൽ നെക്സ്റ്റ് അത് റിഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ അവനെ ഒരു ക്രിയേറ്റ് ജിമെയിൽ അഡ്രസ്സ് പറയുന്നുണ്ട്. ഒന്ന് കൊടുത്ത് പക്ഷേ ഇതാവണില്ല. നമുക്ക് കേൾക്കില്ല. അടുത്തൊരു ഇമെയിൽ കൊടുത്തു. അവിടെ ഭയങ്കര വണ്ടീൻ്റെ ശബ്ദം ഉണ്ടായതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. തൊട്ടപ്പുറത്ത് റോഡായതുകൊണ്ട്. അപ്പോൾ അടുത്ത് കൊടുത്തിട്ട് മറക്കാവണില്ല. നമുക്കൊന്ന് എന്തായാലും ബാക്ക് കൊടുത്ത് വർക്കാവാത്ത നിലന്നാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇവനെ വർക്കാവും. അവിടെ വർക്കാവില്ല ഗൈസ്. നമുക്ക് താഴെ ഒരു ഇമെയിൽ കൊടുത്തത് അത് വർക്കായിട്ടോ. ഒരെന്നെ നമുക്കൊരു ഇമെയിലിന് സജസ്റ്റ് ചെയ്ത് അത് നമുക്ക് ഇട്ട് സ്ട്രോങ് പാസ്വേഡ് നോക്കുന്നത്. പാസ്വേഡ് കൊടുക്കാനാണ്. എൻ്റെ അറിവിലുള്ള പാസ്വേഡ് ഒന്ന് അടിച്ചിട്ട് കറക്റ്റ് ആവുന്നില്ല. എനിക്കൊരു സ്ട്രോങ് പാസ്വേഡ് തന്നെ വേണം. കാരണം യൂട്യൂബൊക്കെ അറിയാമല്ലോ, പല അക്കൗണ്ട് ഹാക്കായി പോയത് കണ്ടതാണ്. എൻ്റെ ഇടയിൽ ആ കിറ്റിലെടുത്ത് വന്ന് ഇവിടെ പൊള്ളിച്ചിപ്പോൾ ചൂടുള്ള വെള്ളം എടുത്ത് വന്നിട്ട് ഞാൻ പറ്റുള്ള വിചാരിച്ചു. പാസ്വേഡ് കൊടുക്കാം. നമുക്ക് നമ്മളൊരു പാസ്വേഡ് കൊടുക്കണം.
അതേ വർക്കായിട്ടുണ്ട് കേട്ടോ. ഗെയിമിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് അഗ്രി കൊടുത്ത് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി ഫേമസ് ആക്കുമെന്ന് തന്നെ അറിയണം. പണ്ടേ ഫേമസ് ആയിട്ട് പിന്നെ ഫസ്റ്റ് കൂടെ അശ്വിൻ ഗെയിമിംഗ് പ്ലേ ബട്ടൺ വന്നാൽ എന്താ ചെയ്യാൻ? മെയിൻ ചാനലിൻ്റെ പ്ലേ ബട്ടൺ തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ വീഡിയോ തന്നെ ഫസ്റ്റ് ഇയറിൽ ചാനൽ കുപ്പില് ആ ചാനൽ തുടങ്ങിയിട്ട് പറയുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്കിപ്പോൾ 2 ഗെയിമിംഗ് ചാനൽ ഉണ്ട്. ചാനൽ ഇത് അടിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് അശ്വിൻ ഗെയിമിങ് ഇത് സെറ്റാണ്. പ്രൊഫൈൽ നമുക്ക് കുറച്ച് സെറ്റ് കേട്ടോ. കാരണം അവൻ്റെ ഒരു നല്ല പ്രൊഫൈല്. പിന്നെ എന്തെങ്കിലും ലോഗോ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പിടിക്കുന്നത്. കാരണം വേണ്ടി കൂടിയുള്ള ഒരു നല്ല ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായി കിട്ടിയൊരു വ്യക്തി. അപ്പോൾ ചാനൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. ചാനൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കാണാൻ പറ്റും. അശ്വിൻ ഗെയിമിങ് കൺട്രോൾ ചെയ്യുന്ന ഐ ഡി ഒക്കെ കാണാൻ പറ്റും. അശ്വിൻ ഗെയിമിങ് സ്റ്റാർട്ടഡ് ആണ്. ഇതിലുള്ള കണ്ടന്റ് ഒക്കെ അവനാണ് വരുത്തേണ്ടത്. ഒരു കണ്ടന്റ് എടുത്തില്ല. അപ്പം ഗെയിം കളിക്കലുണ്ട്. ഗെയിം കളിച്ചിട്ട് കാര്യമല്ലോ. ഗെയിം കളിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് മന തന്നെ വിടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വിടട്ടെ. അപ്പോൾ ഓക്കെ, റെക്കോർഡ് വീഡിയോ ഇനി ഇവൻ്റെ കയ്യിലാട്ടോ ഫുള്ള്. എൻ്റെ കയ്യിലായിട്ടില്ല തന്നിരിക്കുന്നു. തിരിച്ച് പോവുക അല്ലെങ്കിൽ ചവിട്ടി അപ്പത്തെ കണ്ടത്തിലിടുവേ. നോമിനെ കുത്തിയിരുന്ന അത് തോണ്ടല പണി. ആദ്യം ഉദ്ഘാടനം ബോംബ് സ്ക്വാഡ് കാണോ, ഡിയർ ഡ്രൈവിംഗ് കാണോ, ചാനലിലുള്ള കുറച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. കൊറേ ഗെയിമുണ്ട്. നിർത്താ അല്ലെങ്കിൽ ഇവനെ ഞാൻ കണ്ട ആ വീട്ടിന്റെ ടെറസിലേക്ക് എടുത്തെടുക്കും. നമുക്ക് ഇതിൽ പബ്ജി ഒക്കെ കളിച്ച് തുടങ്ങാം. നമ്മല്ലേ ഫ്രീ ഫയർ. ഞാൻ നിർത്തട്ടെ. ഓക്കെ, ബൈ ബൈ.